ഏയ് നമുക്ക് ഇങ്ങോട്ടല്ല, നമുക്ക് നേരെയാ. ആ ആ, അല്ല ഈ നമ്മള് നമ്മള് പോകുന്ന അങ്ങോട്ടേക്കല്ലേ? അതല്ലേ നമ്മുടെ വഴി? എന്നും പോകുന്ന വഴിക്കല്ല നമ്മൾ ഇന്ന് പോകുന്നേ. എല്ലാ ദിവസവും ഒരു വഴിക്ക് തന്നെ പോയ ഒരു രസമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ മറ്റൊരു വഴിക്ക് പോകുന്നു. വക്കീലിന്റെ തലയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ. ഇന്ന് കോടതിയിൽ വല്ല ക്രിമിനൽ കേസും വാദിച്ചോ? ആഹാ, അപ്പൊ ആളുകളെ കളിയാക്കാനൊക്കെ നന്നായിട്ട് അറിയാല്ലേ? അയ്യോ, ഞാൻ കളിയാക്കിയൊന്നുമില്ല. മതി മതി, സാറ് വണ്ടി വിട്ടാട്ടെ. അല്ല, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ ആശ്രമത്തിലേക്കാ പോകുന്നേ. ആശ്രമത്തിലേക്കോ? അത് കുറച്ച് ദൂരമല്ലേ? ഹാ, അതിനല്ലേ ഈ വണ്ടിയും ഡ്രൈവറും. ഓ അങ്ങനെ. അല്ല, അതാ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ആശ്രമത്തിൽ നിന്ന് സ്വാമിജി വിളിച്ചിരുന്നു. പെട്ടെന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. നാളെ ചിത്രപൗർണമി ആഘോഷം തുടങ്ങുക. എല്ലാ കൊല്ലവും അതിന്റെ തലേദിവസം ഞാൻ അവിടെ ഉണ്ടാവണമെന്ന് സ്വാമിജിക്ക് നിർബന്ധമാ. സന്യാസിമാർക്ക് വ്യക്തിപരമായ ബന്ധങ്ങളില്ലെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ വക്കീലും സ്വാമിജിയും തമ്മില് ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് ഉണ്ടല്ലേ? അതെ, എന്റെ വളർത്തച്ഛനാ. സ്വാമിജിയെ കുറിച്ച് പറഞ്ഞപ്പോ ഇമോഷണൽ ആയല്ലോ. ആശ്രമത്തിലുള്ള ആരും എന്റെ ആരുമല്ല. പക്ഷെ എനിക്ക് സ്വന്തം പറയാൻ അവരേ ഉള്ളൂ. ഈ സ്വാമിജി വളരെ ഫേമസ് ആണല്ലേ? ഞാൻ നെറ്റിലൊക്കെ നോക്കി. സ്വാമിജിയെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് അതിലുണ്ട്. നെറ്റിൽ കാണുന്ന പോലെയൊന്നും അല്ല, അതിനൊക്കെ എത്രയോ അപ്പുറമാ സ്വാമിജിയുടെ മഹത്വം. ചിത്രപൗർണമിയാ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. ചിത്രപൗർണമിക്ക് എന്താ ആശ്രമത്തിൽ ഇത്ര പ്രാധാന്യം? പണ്ട് ഹിമാലയത്തിൽ താപസിരുന്ന കാലത്ത് സ്വാമിജിക്ക് അവിടുത്തെ ധന്വന്തരമൂർത്തിയുടെ അനുഗ്രഹം കിട്ടിയത് ഏതോ ഒരു ചിത്രപൗർണമി ദിവസമാ. അതുകൊണ്ടാ ആ ദിവസം അവിടെ ഇത്രയും പ്രത്യേകത. സ്വാമിജിയുടെ ആശ്രമത്തില് എല്ലാ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഉണ്ടോന്നോ? സ്വാമിജി ഒന്ന് കൈ തൊട്ടാ തീരാത്ത ഒരു രോഗവും ഇല്ല. അത്രയ്ക്ക് അപൂർവ സിദ്ധിയുള്ള ആളാ. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഓവറൊന്നും അല്ല, ഞാൻ സത്യമാ പറഞ്ഞത്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. വക്കീല് പറഞ്ഞ എനിക്ക് വിശ്വാസം. ബാക്കി പറ വക്കീലെ. അതിപ്പോ പറയുന്നില്ല. അവിടെ വന്ന് എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാ മതി. സച്ചിയെ ഒരു നോട്ടം കണ്ടാ മതി. സച്ചിയുടെ മനസ്സിന്റെ അങ്ങേയറ്റത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കാര്യവും സ്വാമിജിക്ക് മനസ്സിലാവും. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വഴിക്ക് വരുന്നില്ല. അപ്പൊ പേടിയുണ്ടല്ലേ? നിങ്ങള് സ്ഥിരം കാണുന്ന സന്യാസിമാരെ പോലെ അല്ല ശിവയോഗി. മാറാരോഗങ്ങളുമായിട്ട് ആശ്രമത്തിൽ വരുന്ന ഒരുപാട് പാവങ്ങളുടെ ദൈവമാ സ്വാമിജി. അവിടുത്തെ ഒരു ചികിത്സയ്ക്കും സ്വാമിജി പണം വാങ്ങാറില്ല. ആളുകൾ അവിടുത്തെ ക്ഷേത്രത്തില് എന്തെങ്കിലും ദക്ഷിണ സമർപ്പിച്ചാലായി. എന്തായാലും എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പോവല്ലേ. അതുകൊണ്ട് ഇനി ഞാനൊന്നും പറയുന്നില്ല. വണ്ടി വിട്. വക്കീല് സീരിയസ് ആയല്ല. എന്നാ ശരി, എല്ലാം നേരിട്ട് കാണാം.